കണ്ണീർ നനവിന്റെ ഓർമ്മയിൽ വീണ്ടും ഒരു ഡിസംബർ 4 കൂടി കഴിയുമ്പോൾ ഇരിക്കൂർ പെരുമണ്ണ് ദുരന്തത്തിന് 17 വയസ്സ് തികഞ്ഞു. ഇരിക്കൂർ പെരുമണ്ണ് നാരായണവിലാസം ALP സ്കൂളിലെ പിഞ്ചോമനകളായ 10 കുരുന്നുകൾ ഇന്നും വിങ്ങുന്ന ഓർമ്മയായി ജീവിക്കുകയാണ്. മിഥുന, അഖിന, അനുശ്രീ, നന്ദന, റിംഷാന, സഞ്ജന, വൈഷ്ണവ്, സോന, കാവ്യ, സാന്ദ്ര എന്നിവർ. കൂട്ടം തെറ്റാതെ കൂട്ടിനൊപ്പം നടന്നവരുടെ ഇടയിലേക്ക് വാഹനാപകടത്തിന്റെ രൂപത്തിൽ വിധിയുടെ കറുത്ത കരങ്ങളെത്തി അവരെ അടർത്തി മാറ്റി. നമ്മളെപ്പോലെ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു നിൽക്കേണ്ടുന്ന വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കേണ്ടിയിരുന്ന 10 പേരുടെ നമുക്ക് നഷ്ടപ്പെട്ടു. ഏതായാലും ആ ഒരു ദേഹവിയോഗം നമ്മളെല്ലാവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയതാണ്. പിന്നീട് ഇങ്ങോട്ട് റോഡ് സേഫ്റ്റിയുടെ ഭാഗമായും പോലീസിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൻ്റെ ഭാഗമായും എല്ലാം ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പെരുമണ്ണ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികളെല്ലാം സംഘടിപ്പിക്കും. നമുക്ക് ഈ ഒരു വേർപാടിലും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയിലും എല്ലാ ദുഃഖവും കടിച്ചമർത്തിക്കൊണ്ട് തന്നെ ഭാവിയിൽ ഇങ്ങനെയൊരു ഭയാനകരമായ റോഡ് അപകടങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രതിജ്ഞയും പ്രവർത്തനങ്ങളുമാണ് നമുക്ക് സംഘടിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഇത്തരമൊരു ദിവസം നമുക്ക് ആ ഒരു പ്രതിജ്ഞ ഏറ്റെടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഇന്ന് ജീവിക്കേണ്ടിയിരുന്ന പ്രവർത്തിക്കേണ്ടിയിരുന്ന ആ ധീര കുട്ടികളുടെ വിയോഗത്തിൽ ദുഃഖവും അതുപോലെ തന്നെ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് പെരുമണ്ണിൽ പിഞ്ചോമനകൾ ഉറങ്ങുന്ന സ്മൃതി മണ്ഡപത്തിൽ ഇരിക്കൂർ MLA സജീവ് ജോസഫ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കളും നാട്ടുകാരും പുഷ്പാർച്ചന നടത്തി. കുട്ടികളെ എപ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും. അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ കണ്ണീരോടെയല്ലാതെ മക്കളെ ഓർമ്മിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ അനുസ്മരണം എന്ന് പറയുന്നത് ആ മാതാപിതാക്കൾക്ക് കൂടിയുള്ള കരുത്ത് പകരാനുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. 17 വർഷമായി ഈ നാട്ടുകാർ ഒത്തുചേരുന്നു. ആ കുരുന്നുകളെ അറിയാത്ത കുഞ്ഞുമക്കളോട് എത്തിച്ചേരുന്നു. അവരുടെ കയ്യിലുള്ള കൊച്ചുപൂക്കൾ അവരുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുമായി സമർപ്പിക്കുന്നു. ഇത് തുടരണം. ആ മരണപ്പെട്ടു പോയ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് എപ്പോഴും ചിന്തിക്കാൻ കഴിയുന്ന ഒരവസരമായിട്ട് ഈ ഓർമ്മ ദിനം മാറുകയാണ്.